സച്ചിയും രേവതിയും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി ഉറക്കെ കരയുന്നത് കേൾക്കുന്നു. തുടർന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് ചെല്ലാനും പറഞ്ഞ് രേവതി സച്ചിനെ പറഞ്ഞു വിടുന്നു. ശേഷം നടു ഉളുക്കിയതായി അഭിനയിക്കുന്ന ശ്രുതിയുടെ നടു അച്ചമ്മ ചവിട്ടി തിരുമുന്നു. തുടർന്ന് അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നുവെന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു. ശേഷം സച്ചിൻ രവീന്ദ്രനും ശ്രുതിനെ കളിയാക്കുമ്പോൾ എൻ്റെ വേദനയെല്ലാം മാറിയെന്നും ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്നും പറഞ്ഞ് ശ്രുതി ചാടിയും ഓടിയും എല്ലാം കാണിക്കുന്നു. ശേഷം വേദനയെല്ലാം മാറിയ സ്ഥിതിക്ക് ബാക്കി ജോലികൾ ചെയ്തോളാൻ പറഞ്ഞ് അച്ചമ്മ ശ്രുതിനെ പറഞ്ഞു വിടുന്നു. തുടർന്ന് അവൾ നടുവേദന അഭിനയിച്ചതാണെന്നും അവളുടെ ഒരടവും എൻ്റെ അടുത്ത് നടക്കില്ലെന്നും അച്ചമ്മ സച്ചിയോട് പറയുന്നു. പിന്നീട് അച്ചമ്മ ശ്രുതിനെ ചവിട്ടി തിരുമ്മിയ കാര്യം സച്ചി രേവതിയോട് പറയുന്നു. ഇതേസമയം യഥാർത്ഥ നടുവേദനയുമായി നടക്കാനാവാതെ വരുന്ന ശ്രുതിനെ സച്ചി കളിയാക്കുന്നു. പിന്നീട് നീലിമയും കൊട്ടേഷൻ ടീമും ശ്രുതിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇതിനിടയിൽ എൻ്റെ ഐഡിയ എല്ലാം പാളിപ്പോയെന്നും എനിക്ക് നടക്കാൻ പോലും ആവുന്നില്ലെന്നും ശ്രുതി മീരേനെ വിളിച്ചറിയിക്കുന്നു. ഇതേസമയം അവിടെ എത്തുന്ന അച്ചമ്മ ഇതെല്ലാം കേൾക്കുകയും രേവതിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം ശ്രുതിനെ കൊണ്ട് ബാത്റൂമിൽ കൊണ്ട് വെപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് വഴി വെച്ച് ഗജാനന്ദനെ കാണുന്ന ദേവു ആ വിവരം സച്ചിനെ വിളിച്ചറിയിക്കുന്നു. തുടർന്ന് സച്ചി ഈച്ചേനെ കൂട്ടി ഗജാനന്ദനെ കാണാനായി പോകുന്നു. ശേഷം ഗജാനന്ദൻ്റെ അടുത്തെത്തി ഗജാനന്ദനെ തല്ലുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.